എന്ത് കഴിച്ചാലും പിന്നെ മധുരമായിരിക്കും. ബുഷ് ഓറഞ്ച് അല്ലേ ഇത്? താമര എന്ന് പറയാ, അമ്പലം എന്ന് പറയാ, എന്താ പറയാ? ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വൈകുന്നേരമാണ് കേട്ടോ സമയം. അപ്പോൾ ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് ഞാൻ പറയാവേ. അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇല്ലേ, അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവേ. അപ്പോൾ നമ്മൾ ഒരു താമരക്കുളം നമ്മുടെ പഴയതെടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിനുക്കുപണി ചെയ്തിട്ട് പുതിയതാക്കിയായിരുന്നു. ഒരുപാട് പുതിയതൊന്നുമല്ല, എന്നാലും അതിനെ ചെറുതായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് താമര ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമ്പലം ഇങ്ങനെ എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്ക് അത്ര അറിയില്ല. അപ്പം ഞാൻ താമരയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ആ ഒരു എന്താ പറയുക, താമരക്കുളത്തിൽ നിറയെ താമരയും അതുപോലെ തന്നെ നമ്മൾ ഗപ്പിയും ഒക്കെ ഇട്ട് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കേണ്ടതെന്നാണ് കേട്ടോ. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിഭാഗം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടില്ല. എങ്ങാനും നമുക്ക് പെയിൻറ്റ് കുഴിച്ചിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കുണ്ടല്ലോ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമില്ലല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ അതിൻ്റെ അടിഭാഗത്തൊന്നും ചെയ്യാതിരുന്നേ. അപ്പോൾ നമുക്ക് എങ്ങനെ അമ്പലം അന്വേഷിച്ചിട്ട്, താമര അന്വേഷിച്ചിട്ട് പോകണം. അമ്പലം എന്നൊക്കെ വരുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മായനൂർ പാലാണ് കേട്ടോ ഇത്. നമ്മുടെ നീള തീരാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു പാലം കഴിയണത് ഒരു ചായക്കട ഉണ്ട് അവിടെ. ആ ചായക്കടയിലത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ പരിപാടി നല്ല ടേസ്റ്റ് കേട്ടോ. ഈവനിങ് ഒക്കെ ആകുമ്പോൾ അവിടെ നല്ല തിരക്കാണ്. അറിയില്ല, ടേസ്റ്റ് കൊണ്ടായിരിക്കും കേട്ടോ ഇത്ര തിരക്ക് അവിടെ. നമ്മുടെ ഒറ്റപ്പാലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കട എന്ന് പറയുന്നത് കുറച്ച് പുറകിലാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീഡിയോയിൽ തന്നെ ഡ്രസ്സ് കുട്ടികൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് എൻ്റെ അളവ് അറിയില്ല കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരിക, അതുകൊണ്ട് തന്നെ അളവ് അറിയാത്തതുകൊണ്ട് അത് മാറ്റാമെന്ന് വെച്ചിട്ട് വന്നതാണ്. വീഡിയോയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ചേട്ടൻ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു, എങ്ങോട്ടോ പോയതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പിലും കൂടെ കയറേണ്ട, അവിടെ കയറുമ്പോഴേക്കേ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ താജിലേക്കാണ് കേട്ടോ പോയത്. താജിൽ കയറി ഡ്രസ്സ് എടുത്ത് നിൽക്കുമ്പോഴേക്കും ചേട്ടൻ വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി കണ്ട്, ചീര കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ചീര അത്ര ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി കയറ്റി ഇവർക്ക് കൊടുക്കാറുണ്ട്. കാരണം നല്ല സാധനമാണല്ലോ. കാരണം നമ്മുടെ ഇലക്കറികൾ ഇടയ്ക്കൊക്കെ കൊടുക്കണത് നല്ലതാണല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ മുരിങ്ങയിലയും കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ചീരയും പാലക് ചീരയും നമ്മുടെ സാധാ ചീരയും വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ കണ്ട്, തണ്ണിമത്തനും കണ്ട്. അപ്പോൾ കപ്പ ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അവൾക്ക് കപ്പയും മീൻകറി അതുപോലെ കപ്പയും ചമ്മന്തിയും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കപ്പയും മേടിച്ചു, നമ്മൾ തണ്ണിമത്തനും മേടിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതേ നമ്മുടെ ചെടികളുടെ നഴ്സറിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പ് തന്നെയായിരുന്നു. എന്ന് അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ അറിയുന്നത്. നിറയെ പൂക്കളും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, മിക്കവാറും നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് ഈ ഒരു നമ്മുടെ തൊടിയിലൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. താമര അന്വേഷിച്ച് ഞങ്ങൾ കൺഫ്യൂഷനായിട്ട് എന്തൊക്കെ എടുക്കണം എന്നുള്ള ചിന്തയായിട്ടോ. ചേട്ടനാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭ്രാന്തുണ്ട് ഈ ഒരു കാര്യത്തിന്. കൃഷിയും അതുപോലെ തന്നെ ഈ ഒരു ചെടികളോടും ഒക്കെ ഒരു തരം എന്താ പറയുക ഭ്രാന്തുള്ള കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും, എനിക്കാണിപ്പോൾ ഇത്തിരിയെങ്കിലും കുറവ് കേട്ടോ. ചേട്ടനാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നറിയോ, മിറാക്കിൾ ഫ്രൂട്ട്. എന്ത് കഴിച്ചാലും പിന്നെ മധുരമായിരിക്കും. ഇത് കഴിച്ചിട്ട് നമ്മൾ എന്ത് കഴിച്ചാലും നല്ല മധുരം ഉണ്ടാവും. അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ പുളിയുള്ളതൊക്കെ കഴിച്ചാലും കയ്പുള്ളത് കഴിച്ചാലും മധുരം ഉണ്ടാവും. എരിവുള്ള കഴിച്ചാലും മധുരം അതെനിക്കറിയില്ല. ബുഷ് ഓറഞ്ച് അല്ലേ ഇത്? ബുഷ് ഓറഞ്ച് അറിയാണ്ടാക്കിയിരുന്നു. ഇവിടെയൊക്കെ നിറയുണ്ട്. നാരങ്ങ കഴിച്ച പുളി ഉണ്ടാവില്ല. അല്ല, സ്റ്റാർ ഫ്രൂട്ട്.
അവിടുത്തെ ചേട്ടനുണ്ടല്ലോ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ട് അല്ലാണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ ചേട്ടനാട്ടോ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ആ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയാൽ ഇതുപോലെ 100 ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അതൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ച് ചോദിച്ചു, അതൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ മിറാക്കിൾ ഫ്രൂട്ട് ഒരു വലിയ ചട്ടിയിൽ ഒരു വലിയ ചെടിയിൽ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആദ്യം 3-4 എണ്ണം പറിച്ച് തന്നു. വീണ്ടും ഞാൻ പറിച്ചെടുത്തു കേട്ടോ കുറേ. അങ്ങനെ കുറേ കഴിച്ചു. പിന്നെ ഞാൻ പച്ചവെള്ളം കഴിച്ചപ്പോഴും നല്ല മധുരമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ഒരുപാട് അങ്ങ് കുറേ നേരം നിൽക്കണമൊന്നുമില്ല. കുറേ നേരം കഴിയുമ്പോൾ അതങ്ങ് മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുണ്ടല്ലോ, നമ്മൾ ആമ്പലം അവിടെ നിന്ന് മേടിച്ചു. ആമ്പലിൽ നിന്നാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. എനിക്ക് കൺഫ്യൂഷനായി, ഇത് താമരയാണോ ആമ്പലാണോ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കറിയണില്ല. ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയുന്നത് ആമ്പലാണ് എന്നാണ് പറയണത്. എനിക്കറിയില്ല, എന്തായാലും നമുക്ക് താമര എന്ന് വിളിക്കാം. അങ്ങനെ ഞാനുണ്ടല്ലോ ഇത് വലിയൊരു ചട്ടിയിൽ നിൽക്കണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഏറ്റവും വലുതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് 450 പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു ചട്ടി ഇല്ലാണ്ട് തന്നാൽ എത്രയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ 250 രൂപയ്ക്ക് തരാം, 250 രൂപയ്ക്ക് കൊടുക്കൊന്നുമില്ല, എന്നാലും തരാമെന്നാണ് കേട്ടോ പറഞ്ഞ്. അങ്ങനെ ഉണ്ടല്ലോ നമ്മളുണ്ടല്ലോ കവറിലാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. അതിൻ്റെ മണ്ണോടുകൂടി അങ്ങനെ എടുത്ത് കവറിലാക്കി വീട്ടിലെത്തുന്നവരെ നല്ല ശ്രദ്ധിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ നമുക്കത് പിടിക്കില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എന്നിട്ട് വീട്ടിൽ വന്ന് നമ്മൾ മണ്ണിലേക്ക് ഒരു ചട്ടിയിലേക്ക് മണ്ണിട്ട് അതിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ താമരക്കുളത്തിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനുള്ള ഒരു വളവും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വളം നമ്മൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വളമാണ്. ആ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പൂക്കൾ ഉണ്ടാവാൻ സാധാരണ ചട്ടിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മുടെ താമരയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു തുണിയിൽ എടുത്ത് കെട്ടി വെച്ചിട്ട് വേണത്ര ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുതെന്നാണ് പറഞ്ഞിട്ടോ. അപ്പം ഞാനിങ്ങനെ തുണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുണിയിൽ ഒരു ടീസ്പൂൺ തന്നെ എടുത്തേക്കണം കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തുണി വെച്ചിട്ട് കെട്ടിയിട്ട് അതിൻ്റെ ചോട്ടിലേക്ക് അങ്ങനെ ആ മണ്ണിലേക്ക് വെച്ച് കൊടുക്കാനാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ മണ്ണിലേക്ക് ഒന്ന് ജസ്റ്റ് ഇറക്കി വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അതിൽ കുഞ്ഞു കുഞ്ഞു നമ്മുടെ ഒച്ചൊക്കില്ലേ, അതുപോലെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിതാണ് തീരെ. അപ്പോൾ അത് നമ്മൾ എടുത്ത് കളയുകയാണ്. അപ്പോൾ അത് അവിടെ നിന്ന് അവർ എടുത്ത് കളയുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുത്ത് ഞാൻ കളയുകയാണ് കേട്ടോ. ഈ ഒരു മുട്ടുണ്ടല്ലോ, 2 മുട്ടും വിരിഞ്ഞ് നിൽക്കുകയുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ഭംഗിയിൽ അങ്ങ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഒരു 3 മുട്ടും കൂടി ഉണ്ട്. നാളത്തേക്ക് അത് ശരിക്കും വിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് കാണിക്കാണ് കേട്ടോ. പിറ്റേ ദിവസത്തെ ഞാൻ കാണിക്കാം. പിന്നെ നമ്മളിതാ അത് വാങ്ങിയിട്ടുള്ളതാണ്. ഇതെന്തോ ആപ്പിൾ ചെറി പോലത്തെ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ. പിന്നെ മല്ലിയില പുതിനയിലയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താ വാങ്ങിയിട്ടുള്ളത്, പാഷൻ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോവൽ നമ്മൾ പറഞ്ഞല്ലോ, നീളം കോവയ്ക്ക് എനിക്ക് കിട്ടിയില്ലെന്ന്, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുണ്ടല്ലോ വാങ്ങിക്കൊണ്ടിരുമ്പോൾ അതിൽ 5 മുട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലത്തെ 2 എണ്ണം വിരിഞ്ഞതായിരുന്നേ, നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിറ്റേ ദിവസം ആണ് കേട്ടോ, പിറ്റേ ദിവസം എടുത്ത വീഡിയോയിലാണ് ഇത് വിരിഞ്ഞ് വെക്കണത്. നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ നിറച്ചൊന്നും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, അതങ്ങ് മുങ്ങി പോകണ്ടെന്ന് വെച്ചിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ല. പിന്നെ നമുക്കിതിൽ ഗപ്പി ഇടണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് കൊതുകിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഗപ്പി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ. വാങ്ങിയിട്ട് നമുക്ക് വരണം, എന്നിട്ട് ഇടുകയൊക്കെ വേണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.